അങ്ങനെ ഈ വർഷം നമ്മുടെ ചാമ്പയെ നിറച്ചും ചാമ്പങ്ങ വിരിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ വെട്ടാണ്. ഓരോ ചാമ്പങ്ങയുടെ 4ാമത്തെ വെട്ടാണ് കേട്ടോ. ഓരോ ചാമ്പങ്ങയുടെ വലിപ്പമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാനെല്ലാം കുലുക്കി പറിച്ചു കളഞ്ഞു. അതുപോലെ ഈ വർഷം വിരിഞ്ഞിട്ടുണ്ട്. കണ്ടോണോ. രാവിലെ എണീറ്റ് അവരെ തീറ്റേൻ തുടങ്ങി. രാത്രി മൊത്തം പക്ഷികളും തിന്നും, പകൽ മൊത്തം ഇവിടുത്തെ കുഞ്ഞു പക്ഷികളും തിന്നും. പിന്നെ തിന്നാനല്ല പറിച്ചേ, കുഞ്ഞ് തിന്നുമല്ല, കുഞ്ഞിങ്ങനെ ചവച്ച് തുപ്പിക്കളയുള്ളൂ. ഇത് ഞാൻ എൻ്റെ കൂട്ടുകാരിക്ക് വേണമെന്ന് പറഞ്ഞായിരുന്നേ കുറച്ച്. അപ്പം അയ്യോ കൂട്ടുകാരിക്ക് വേണമെന്ന്, അവൾക്ക് കുറച്ച് പറിച്ച് കൊടുക്കണം. കുറച്ച് പറിച്ചിട്ട് അവളെ വിളിക്കണം പകുതി വരെ വരാൻ വേണ്ടിയിട്ട്. അവൾക്ക് കൊണ്ട് കൊടുക്കാൻ. നിൻ്റെ കയ്യിലെന്നാടി കളറാ? അവൾ തന്നെ കളറടിച്ചു കാണിച്ചേടി. അതൊന്നും എല്ലാം മുഴുത്ത ചാമ്പങ്ങയാണ്. അപ്പുറത്തും ഉണ്ട്, ലീലമ്മേൻ്റെ ചാമ്പയിലും ഉണ്ട്. പക്ഷെ ലീലമ്മേൻ്റെ ചാമ്പയിൽ ഇത്രയില്ല, നമ്മുടെ കുറച്ചുണ്ട്. വേണ്ട എന്നാ ശരി, ബൈ ബൈ. ഇത് ലീലമ്മേൻ്റെ ചാമ്പയിലും ഇതിലും ഉണ്ട് കേട്ടോ. അതാ പക്ഷെ നമ്മുടെ അത്രയില്ല. ഇത് കുഞ്ഞിതാണ്ട, ചെറുതല്ലേ. പക്ഷെ നമ്മുടെ വലിയ ചാമ്പങ്ങ. ഇതിനകത്ത് ചാമ്പങ്ങ നമ്മളെ ചാമ്പക്കുള്ളിൽ മറ്റേ കറുത്ത സാധനം ഇതിനകത്ത്, അതിന് കറുത്ത കുരുതാ. ഇതിനകത്ത് മറ്റേ കറുത്ത സാധനം ജനിക്കുമ്പോഴേ